ഹി ബിലീവ്സ് ദാറ്റ്. ഇവിടെ കണ്ടോ, ഹി അദ്ദേഹം, ബിലീവ്സ് വിശ്വസിക്കുന്നു. ഇവിടെ എന്നുള്ള അർത്ഥം. അപ്പൊ ഹി ബിലീവ്സ് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു സംശയം, ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അല്ലേ? എന്തിനാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിമനോഹരമായ സ്റ്റോറി പഠിച്ചു, ഓർമ്മയുണ്ടോ? അതിൻ്റെ ബാക്കിയാണ്, ആ സ്റ്റോറിയുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഹി എന്ന് പറയുന്ന വേർഡിന് അദ്ദേഹം എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഹി ബിലീവ്സ് ദാറ്റ്, അദ്ദേഹം വിശ്വസിക്കുന്നു. എന്തെന്നറിയോ? പീപ്പിൾ, ജനങ്ങൾ, ലേൺ പഠിക്കുന്നു. ജനങ്ങൾ പഠിക്കുന്നു. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നന്നായി എന്നാണ്. കൂടുതൽ നന്നായി. അപ്പോൾ പീപ്പിൾ ലേൺ ബെറ്റർ, ജനങ്ങൾ കൂടുതൽ നന്നായി പഠിക്കുന്നു. ഇവിടെ ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളിൽ നോക്കിയിട്ട് പഠിക്കുന്ന പഠിപ്പില്ല, അതല്ല. പുസ്തകങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ കഴിയാത്ത ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ? ജീവിതത്തിലെ പഠിപ്പ് അല്ലേ? പ്രയാസങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ലേൺ എന്ന് പറയുന്നതാണ് പഠിക്കുന്നു, ഇത് മനസ്സിലാക്കുന്നു ഉള്ള ആ പഠിപ്പാട്ടോ. എപ്പോൾ എന്നറിയോ? വെൻ ദേ തിങ്ക്. ദേ എന്ന് പറഞ്ഞാൽ അവർ, തിങ്ക് എന്ന ചിന്തിക്കുക. വെൻ എന്ന് പറഞ്ഞാലോ ബോൾ. അപ്പൊ എന്തായി? വെൻ ദേ തിങ്ക്, അവർ ചിന്തിക്കുമ്പോൾ അല്ലെ? അവർ ചിന്തിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ നന്നായി പഠിക്കുന്നു. എന്ത് ചിന്തിക്കുമ്പോൾ? അതും കണ്ടോളൂ. ഫോർ എന്നാൽ വേണ്ടി, ദംസെൽസ് എന്ന് പറഞ്ഞാലോ അവർ സ്വയം അല്ലേ? അപ്പോൾ ഫോർ ദംസെൽസ് എന്നാണ്. ഫോർ ദംസെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി തന്നെ, അവർക്ക് വേണ്ടി തന്നെയാണ്, അവർക്ക് വേണ്ടി തന്നെ. ഇൻസ്റ്റീഡ് ഓഫ് എന്നർത്ഥം? ഇൻസ്റ്റീഡ് ഓഫ് പകരം ആണല്ലോ, പകരം. ബ്ലൈൻഡ്ലി അന്ധമായി അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കുക, അന്ധമായി അല്ല. ബ്ലൈൻഡ്ലി അന്ധമായി. ബിലീവിങ് വിശ്വസിക്കുക. അതേഴ്സ് മറ്റുള്ളവരെ. അപ്പം എന്തായി? ഇവിടെ കണ്ടോ, ഇൻസ്റ്റീഡ് ഓഫ് ബ്ലൈൻഡ്ലി ബിലീവിങ് അതേഴ്സ്. എന്താണ്? കണ്ണടച്ച് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പകരം. എന്താണ്? അന്ധമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി തന്നെ, ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടി തന്നെ അവർ ചിന്തിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാകുന്നു എന്ന് 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 അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹമാണ് എന്നുള്ളത് സത്യമല്ലേ പറയുന്നത് അല്ലേ? മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പകരം എന്താണ്? നമ്മുടെ സ്വയം വളർച്ചയ്ക്ക് അല്ലേ? നമ്മുടെ സ്വയം വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തു നോക്കൂ, ഒരുപാട് മാറ്റങ്ങൾ വരും. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി തന്നെ അവർ ചിന്തിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു, കൂടുതൽ പഠിക്കുന്നു. സത്യമാണ്. ദാറ്റ്സ് ട്രൂ. ഇനി നമ്മുടെ അടുത്ത സെൻറ്റൻസാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹി അദ്ദേഹം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം, ഗിവ്സ് നൽകുന്നു. ആണോ? അദ്ദേഹം നൽകുന്നു. ദി എക്സാമ്പിൾ അദ്ദേഹം ഉദാഹരണം നൽകുന്നു. ഓഫ് ഗുരു ഗോവിന്ദ് സിംഗ്. അല്ല എന്താണ്? ഗുരു ഗോവിന്ദ് സിംഗിന്റെ ഉദാഹരണം അദ്ദേഹം നൽകുന്നു അല്ലേ? ഗുരു ഗോവിന്ദ് സിംഗിന്റെ ഉദാഹരണം അദ്ദേഹം നൽകുന്നു. ഹൂ, ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ല, ഇവിടെ ഹൂ എന്നങ്ങോട്ട് ഉദ്ദേശിക്കുന്ന ആരാണെന്ന് പറയുക? ജസ്റ്റ് ഈ ഹൂവിൻ്റെ തൊട്ട് മുന്നുള്ള ആ ഒരു വേർഡാണ് ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് വെച്ചാൽ അദ്ദേഹം എന്നാണ്. അദ്ദേഹം ഓക്കെ. ഹൂ അദ്ദേഹം, ഇൻസ്പയർഡ് അദ്ദേഹം പ്രചോദിപ്പിച്ചു. ഹൂ ഇൻസ്പയർഡ് അദ്ദേഹം പ്രചോദിപ്പിച്ചു. ഓർഡിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായ എന്നാണ്. ഓർഡിനറി സാധാരണക്കാരനായ. അപ്പോൾ സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണ മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ, സാധാരണ പുരുഷന്മാരെയും അതുപോലെ തന്നെ വിമൻ. ഇത് വിമൺ ഉണ്ടോ? വുമൺ എന്ന് വായിക്കരുത്. നമ്മൾ സിംഗുലർ ആണെങ്കിൽ ഒരു സ്ത്രീയാണ് നമ്മൾ വുമൺ എന്ന് പറയും. ഒന്നിൽ കൂടുതലാണെങ്കിലോ അപ്പോൾ നമ്മൾ വിമൺ എന്ന് പറയാം. ഓക്കെ, വിമൺ. അപ്പോൾ അർത്ഥം ഹൂ ഇൻസ്പയർഡ് ഓർഡിനറി മെൻ ആൻഡ് വിമൺ. അദ്ദേഹം സാധാരണക്കാരായ പുരുഷന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു എന്നാണ്. എന്തിനു വേണ്ടി എന്നറിയോ? ടു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പോരാടുക. അപ്പോൾ എന്തായി? ടു ഫൈറ്റ്, പോരാടാൻ.
എഗെയിൻസ്റ്റ് എതിരെ, ഇൻജസ്റ്റിസ്. എന്താണ് ഇൻജസ്റ്റിസ്? അന്യായം. അപ്പം എന്തായി? എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായത്തിനെതിരെ. എന്താണ്? അന്യായത്തിനെതിരെ. ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാലോ അന്യായത്തിനെതിരെ പോരാടാൻ, അല്ലേ? അപ്പൊ അന്യായത്തിനെതിരെ പോരാടാൻ സാധാരണക്കാരായ പുരുഷന്മാരെയും അതുപോലെ സ്ത്രീകളെയും അദ്ദേഹം പ്രചോദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ടു ഫൈറ്റ്, പോരാടാൻ അല്ലെങ്കിൽ പോരാടാൻ വേണ്ടി എന്നർത്ഥം. ഇനി അടുത്താണ്, ഇവിടെ കണ്ടോളി. ബിഫോർ, മുമ്പ് ആണല്ലോ. മുമ്പ്. ജോയിനിങ്, ജോയിൻ എന്ന് പറഞ്ഞാൽ ചേരുക, ചേരാന്നല്ല, ചേരുക. ദ സ്ട്രഗിൾ എന്ന് പറഞ്ഞാലോ സംഘർഷം അല്ലെങ്കിൽ സമരം എന്നൊക്കെ പറയാം. അപ്പം എന്തായി? ബിഫോർ ജോയിനിങ് ദ സ്ട്രഗിൾ, സംഘർഷത്തിൽ ചേരുന്നതിന് മുമ്പ്. ആ ജനങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ. സംഘർഷത്തിൽ ചേരുന്നതിന് മുമ്പ് ദീസ് പീപ്പിൾ, ജനങ്ങൾ. എന്തായി? ദീസ് പീപ്പിൾ, ഈ ജനങ്ങൾ വേർ ലിവിങ്. വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. അപ്പൊ വേർ ലിവിങ്, ജീവിക്കുകയായിരുന്നു. അപ്പൊ നടത്താൻ പറയാം, ബിഫോർ ജോയിനിങ് ദ സ്ട്രഗിൾ ദീസ് പീപ്പിൾ വേർ ലിവിങ്. സംഘർഷത്തിൽ ചേർന്നതിന് മുമ്പ് ഈ ജനങ്ങൾ ജീവിക്കുകയായിരുന്നു. എങ്ങനെ അറിയോ? സിമ്പിൾ, ലളിതമായ ലൈഫ്സ്, ലളിതമായ ജീവിതം ജീവിക്കുകയായിരുന്നു, ലളിതമായ ജീവിതങ്ങൾ ജീവിക്കുകയായിരുന്നു ഈ ജനങ്ങൾ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ തിങ്കിങ്, ചിന്തിക്കുകയായിരുന്നു, ഓൺലി അബൌട്ട് ദെയർ ഫാമിലീസ്. അബൌട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറിച്ച്, അല്ലേ? ദെയർ, അവരുടെ, ഫാമിലീസ് എന്നാലോ കുടുംബങ്ങൾ. അപ്പം തന്നെ തിങ്കിങ് ഓൺലി അബൌട്ട് ദെയർ ഫാമിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. എന്താണ്? അവരുടെ കുടുംബങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു എന്നായി, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്രീഡത്തിന് വേണ്ടി എന്താണ് ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ജനങ്ങൾ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു, അല്ലേ? അവർ ലളിതമായ ജീവിതങ്ങൾ ജീവിക്കുകയായിരുന്നു. അതുപോലെ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയായിരുന്നു എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നത്. ഇവിടെ ഉണ്ടോ? ബിഫോർ ജോയിനിങ് ദ സ്ട്രഗിൾ ദീസ് പീപ്പിൾ വർ ലിവിങ് സിമ്പിൾ ലൈഫ്സ് ആൻഡ് തിങ്കിങ് ഓൺലി അബൌട്ട് ദയർ ഫാമിലീസ്. സംഘർഷത്തിൽ ചേർന്നതിന് മുന്നേ ഈ ജനങ്ങൾ ലളിതമായ ജീവിതം നയിക്കുകയായിരുന്നു. അങ്ങനെ പറയാം, ലളിതമായ ജീവിതങ്ങൾ നയിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയായിരുന്നു. പിന്നെ എവിടെയാണ് മാറ്റങ്ങൾ വന്നു തരണ്ടേ? ആ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അത് എപ്പോഴാന്ന് നോക്കാം. പക്ഷേ വെൻ എന്താണ്? പോൾ. അല്ല സാർ, ഇവിടെ വെൻ എന്ന് പറഞ്ഞപ്പോൾ പോൾ എന്ന് പറഞ്ഞല്ലോ, ഇവിടെ വെൻ എന്ന് പറഞ്ഞ പോൾ എന്ന്. അതങ്ങനെ അതിൻ്റെ കാരണം ഇവിടെ കണ്ടോ, വെന് ശേഷം എന്താണ്? തിങ്ക് അല്ലേ, പ്രസൻ്റ് അല്ല ഒന്നത്, തിങ്ക്, അല്ലേ? ഞാൻ അവിടെ പോകുമ്പോൾ, ഞാൻ വരുമ്പോൾ അത് കൊണ്ടുവരാം, അവൻ വരുമ്പോൾ അവൻ കൊണ്ടുവരും, ബോൾ. പ്രസൻ്റ് ആകുമ്പോഴാണ് ബോൾ. ഇവിടെ പാസ്റ്റ് ആണ്, ഫോർട്ട് ഉണ്ട്. ഫൈറ്റിൻ്റെ പാസ്റ്റ് ആണ്. അപ്പം എന്താ? വെൻ ദേ ഫോർട്ട് എന്നർത്ഥം അവർ പോരാടിയപ്പോൾ. സോറി. ബട്ട് വെൻ ദേ ഫോർട്ട്, പക്ഷേ അവർ പോരാടിയപ്പോൾ. അതാണ് അപ്പോൾ പോരാടിയപ്പോൾ. ഫോർ എന്ന് എന്താണ്? വേണ്ടി. ഒരു ഗുഡ്, നല്ല. കോസ് ആണല്ലോ, കാരണം. അപ്പം എന്തായി? ഒരു നല്ല കാരണത്തിന് വേണ്ടി, അല്ലേ? ഫോർ എ ഗുഡ് കോസ് പറഞ്ഞാൽ ഒരു നല്ല കാരണത്തിന് വേണ്ടി. അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഫോർ എ ഗുഡ് കോസ്, ഒരു നല്ല കാരണത്തിന് വേണ്ടി. അപ്പം എന്താ ഇതറിയോ? അപ്പോൾ നമുക്ക് ഇവിടെ ബട്ട് വെൻ ദേ ഫോർട്ട് ഫോർ എ ഗുഡ് കോസ് എന്ന് വെച്ചാൽ, പക്ഷേ അവർ നല്ല ഒരു കാരണത്തിന് വേണ്ടി പോരാടിയപ്പോൾ. അവർ നല്ല ഒരു കാരണത്തിന് വേണ്ടി പോരാടിയപ്പോൾ എന്താണെന്നറിയോ? അവർ ആയിത്തീർന്നു ബ്രേവ്, ധൈര്യമുള്ള. ഹീറോസ് നായകന്മാർ. അപ്പൊ അവർ ധൈര്യമുള്ള നായകന്മാർ ആയിത്തീർന്നതാണ്, അല്ലേ? അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ മീനിങ് ഇവിടെ നിന്നുകൂടോ. ബട്ട് വെൻ ദേ ഫോർട്ട് ഫോർ എ ഗുഡ് കോസ്
they became brave heroes. പക്ഷേ അവർ നല്ല ഒരു കാരണത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവർ എന്താണെന്നറിയോ, അവർ ധൈര്യമുള്ള നായകന്മാർ ആയിത്തീർന്നതാണ് എന്നാ പറയുന്നത് അല്ലേ. ഇതൊക്കെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇല്ലേ, ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആ സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണം. അല്ല അന്നുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, നെഹ്റു സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു പറയുന്നു എന്ത് പറയുന്നറിയോ, ദാറ്റ് എവ്രി ഓർഡിനറി പേഴ്സൺ, എല്ലാ സാധാരണക്കാരായ വ്യക്തിയും, എല്ലാ ഓർഡിനറി സാധാരണക്കാരായ പേഴ്സൺ എന്നാണ് വ്യക്തി, ക്യാൻ ബിക്കം, ക്യാൻ എന്നാണ് കഴിയും, ബിക്കം ആയിത്തീരുക, അപ്പം ക്യാൻ ബിക്കം ആയിത്തീരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് പറയുകയാണെങ്കിലോ, എവ്രി ഓർഡിനറി പേഴ്സൺ ക്യാൻ ബിക്കം, എല്ലാ സാധാരണക്കാരായ വ്യക്തിക്കും ആയിത്തീരാൻ കഴിയും. എന്തായിത്തീരാൻ കഴിയുന്നറിയോ, ഗ്രേറ്റ്, മഹാൻ. എവ്രി ഓർഡിനറി പേഴ്സൺ ക്യാൻ ബിക്കം ഗ്രേറ്റ്, എല്ലാ സാധാരണക്കാരായ വ്യക്തിക്കും മഹാനായി തീരാൻ കഴിയും ബൈ ലൂടെ വർക്കിംഗ് എന്നാണ് ഇവിടെ പ്രവർത്തനം എന്നാണ്, പ്രവർത്തനം. അപ്പം എന്തായി, ബൈ വർക്കിംഗ് പ്രവർത്തിക്കുന്നതിലൂടെ ഫോർ വേണ്ടി ദ വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ എന്നാണ്, നന്മ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ. അപ്പം എന്തായി, മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാ സാധാരണക്കാരനായ വ്യക്തിക്കും എന്തായി, മഹാനായി തീരാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. അദ്ദേഹം എക്സ്പ്ലെയിൻസ് അദ്ദേഹം വിവരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തെന്നറിയോ, ദാറ്റ് ഇന്ത്യ വാസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യ ആയിരുന്നു അണ്ടർ, കീഴിൽ, ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു അല്ലേ. ഇന്ത്യ വാസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ മെനി, ഒരുപാട്, ബ്രേവ് പീപ്പിൾ, ഒരുപാട് ധൈര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ധൈര്യമുള്ള ജനങ്ങൾ, വേർ ഫൈറ്റിംഗ്, പോരാടുകയായിരുന്നു, പോരാടുകയായിരുന്നു ഫോർ ദ കൺട്രീസ് ഫ്രീഡം. എന്തിനു വേണ്ടി അറിയോ, രാജ്യത്തിൻ്റെ, ഇവിടെ ഉണ്ട് അപ്പോസ്ട്രോഫി, രാജ്യത്തിൻ്റെ എന്നുള്ള. അപ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, എന്താണ്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതും ഓക്കെയാണ് അല്ലേ. അങ്ങനല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ അല്ലേ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു ആണല്ലോ. അപ്പം അന്ന് ഒരുപാട് ജനങ്ങൾ, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്തായിരുന്നല്ലോ, ഓരോ ദിവസവും ഇങ്ങനെ പോരാടുകയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അവസാനം പറയാണ്, അദ്ദേഹം പറയുന്നു, ദാറ്റ് ഫൈറ്റിംഗ്, പോരാടുന്നത്, ഫോർ ഫ്രീഡം, എന്താണ്, ഫ്രീഡത്തിന് വേണ്ടി പോരാടുന്നത് എന്താണ്, ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നത് ഈസ് ദ റൈറ്റ് തിങ്, ശരിയായ കാര്യമാകുന്നു. ടു ഡു എന്നുവെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ശരിയായ കാര്യമാണ്. എന്താണെന്നറിയോ, ഫ്രീഡത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത്. അതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹി സേസ് ദാറ്റ് ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന ശരിയായൊരു കാര്യമാകുന്നു എന്നാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ട് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, ഫ്രീ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഞാൻ അർത്ഥം വെച്ച പോലെ അർത്ഥം വെച്ച് നോക്കുക. ഓക്കെ, കഴിയുന്നില്ല എന്നുണ്ടെങ്കിലോ വീണ്ടും കാണുക. ഇതേ വീഡിയോ നിങ്ങൾ വീണ്ടും കണ്ടോളൂ, എന്താ കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.